അബറാർ പള്ളിയിൽ ഒരു ക്യാമ്പ് നടത്തുന്നത്. ആദ്യം ഉദ്ദേശിച്ച ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നടത്താമെന്നുള്ളതാണ്. നമുക്ക് അബറാർ പള്ളിയിൽ തന്നെ തജ്വീദിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു. വരുമ്പം തന്നെ കുറച്ച് പേര് പറയാം. കാരണം തജ്വീദ് പോലുള്ള ഒരു ടഫായിട്ടുള്ളൊരു സംഗതിയിൽ 3 ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് പഠിച്ച് 3 ദിവസം പൂർത്തിയാക്കാമെന്ന് പറയുമ്പോൾ വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ആദ്യത്തെ ദിവസം നമ്മൾ വന്നു. ഇതിപ്പോൾ രാവിലെ തന്നെ തുടങ്ങും, കാലത്ത് തന്നെ തുടങ്ങും. ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ അമീൻ ഉസ്താദിൻ്റെ സദസ്സിലിരുന്നു. ആദ്യം ബേജാറ് എന്താണ് മൂപ്പർ തുടങ്ങാൻ പോകുന്നതെന്നില്ല. മൂപ്പർ പറഞ്ഞ് അറബിയിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിച്ചു. നമ്മളൊരു 28 അക്ഷരമാണ്. എന്നാൽ 28 അക്ഷരത്തിൻ്റെ ഇത് പാടൊന്നും ഇവിടെ പഠിക്കേണ്ടിയില്ല, നിങ്ങൾ 12 അക്ഷരം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അറബിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 12 അക്ഷരങ്ങളാണ്. ബാക്കിയൊക്കെ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് സമാധാനമായി. കാരണം 28-ൽ നിന്ന് 12ലേക്ക് ചുരുങ്ങുന്നവർ അത്രയും സമാധാനമല്ലോ. ആ 12 അക്ഷരങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് പാഠം തന്നത്. പിന്നെ ഈ തജ്വീദിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ എൻ്റെ ഹാഫിലുള്ള കൂട്ടുകാരോടൊക്കെ പ്രത്യേകം പറയേണ്ടതില്ല. നമുക്ക് ആകെയുള്ള ടെൻഷൻ ഈ ചുണ്ടുകൊണ്ടുള്ള കളിയാണ്. വ ത വ ല. ഇദ്ദേഹം ആദ്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ചുണ്ട് നിയന്ത്രിക്കണം. ഞാൻ 1-2 കാര്യം ചുണ്ട് നിയന്ത്രിക്കാതെ ആകെ ഈ ചുണ്ട് കൊണ്ട് പറയേണ്ട 2 അക്ഷരങ്ങളേ ഉള്ളൂ. ഒന്ന് വ, ചുണ്ട് വളയ്ക്കേണ്ട അക്ഷരങ്ങൾ വ. പിന്നെ നമ്മൾ സുക്കൂൻ ഉപയോഗിക്കും, ലമ്മ് ഉപയോഗിക്കുമ്പോൾ എന്ന് ഉപയോഗിക്കുമ്പോൾ വ എന്ന് ഉപയോഗിക്കണം. വേറെ ഒരു അക്ഷരത്തിനും ചുണ്ടുകൊണ്ടുള്ള ഒരു കളി. പക്ഷേ നമ്മളിപ്പോൾ നോക്കി എൻ്റെ തന്നെ നമ്മളൊക്കെ തന്നെ ഓതുന്ന താ ആതുമ്പോൾ നമ്മളെ ചുണ്ടിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് പോകാം, വാ ആതുമ്പോൾ ചുണ്ട് കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് മാറും. ഇങ്ങനെ ആയിരിക്കുമ്പോഴായിട്ടില്ല ഇതായിട്ടുള്ളത്. പക്ഷേ അത് നമുക്കൊക്കെ ഒരു അനുഭവമാണ്. പക്ഷേ അത് അദ്ദേഹം ഫസ്റ്റത്തെ അതങ്ങ് ശരിയാക്കി. വായും ഈ എന്ന് പറയുന്ന 2 അക്ഷരം, അത് 2 അക്ഷരം ഇല്ലാത്ത ഒരു അക്ഷരത്തിനും ചുണ്ടുകൊണ്ടുള്ള ഒരു അനക്കവും പാടില്ല എന്നത് ഒരു സമാധാനം അത് കിട്ടി. ഉണ്ടാവാനായിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ തജ്വീദിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് പറഞ്ഞാൽ ബലാത്തക്കല്ലുന്ന ഒരു സാഹചര്യപ്പെട്ടിട്ട് ഒരു സംഗതി ഇല്ല എന്നാണ്, ഈ തജ്വീദിലില്ല എന്നുള്ള. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, ഒന്നിനും സാഹചര്യപ്പെടേണ്ട, വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യം. അങ്ങനെ അൽഹംദുലില്ലാ ആദ്യത്തെ ദിവസം ഈ 12 അക്ഷരങ്ങൾ ചുണ്ടുകൊണ്ടുള്ളത് വളരെ ചെറിയ ചെറിയ ഡോസ് നമുക്ക് തന്നു. അതെല്ലാം നമ്മൾ തിന്ന് ഇവിടുത്തെ ഭക്ഷണവും എല്ലാം കൂടി കഴിച്ച് വളരെ ആദ്യത്തെ പിറ്റേന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി സ്റ്റെപ്പ് മൂപ്പർ ഇതാക്കി. ആദ്യത്തെ അതേ സ്റ്റെപ്പല്ല പിറ്റേന്നും ഉണ്ടായിരുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം നമ്മൾക്ക് അൽഹംദുലില്ലാ അദ്ദേഹം ഞാൻ നീട്ടുന്നില്ല, വേറെ എൻ്റെ സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമാണ്. അതുപോലെ തജ്വീദ് എന്ന് പറയുമ്പോഴുള്ള ഒരു ഭയപ്പാടുണ്ടല്ലോ, അതിപ്പോൾ ഒഴിഞ്ഞു കിട്ടി. കാരണം ഞാനിതിൻ്റെ മുമ്പ് ഇതിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു സംഗതി കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ തജ്വീദ് ഇതെല്ലാം പറഞ്ഞ അറബി അക്ഷരങ്ങളും നിങ്ങൾ വല്ലാണ്ട് സാധാരണ അറബികൾ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. അതേ വാക്കാണ് ഉസ്താദിൻ്റെ അടുത്ത് ഇവിടുന്ന് കേട്ടത്. നിങ്ങൾ അതിനെ കൊണ്ട് ബുദ്ധിമുട്ട്. അൽഹംദുലില്ലാ 3 ദിവസം കൊണ്ട് 3 ദിവസം നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ഇരുന്നു. പിന്നെ ഡോക്ടർ പോലും പല ആളുകളും എറണാകുളത്തുനിന്നും മഞ്ചേരിയിൽ നിന്നും പാലക്കാട് നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. എല്ലാവരും ഇവിടെ ഇരുന്ന. കാരണം 1-ാമത്തെ ദിവസം തന്നെ നമ്മൾ തീരുമാനിച്ചിട്ട് കഴിഞ്ഞിട്ടേ പോകുന്നില്ലേ. കാരണം ആ രൂപത്തിൽ ആ 1-ാമത്തെ ക്ലാസ് നമുക്ക് കിട്ടി. അൽഹംദുലില്ലാ അതിന് അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിനും അതുപോലെ തന്നെ അതുപോലെ സഫാൻ ഉസ്താദ് നമ്മൾ ഇന്നലെ നമുക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പള്ളിയുടെ ഭാരവാഹികളെയും പിന്നെ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു സംഗതി ഉണ്ടായാലും സേവന സന്നദ്ധരായിട്ടുള്ള ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അവരെ സേവനം രാവിലെ ഇന്ന് ഉസ്താദ് പറഞ്ഞൊരു ചായയും ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകുന്നേരവും രാത്രിയും ഒക്കെ ആയിട്ട് ഭക്ഷണം നമ്മളൊരു വീട്ടിൽ സൽക്കരിക്കുന്ന പോലെയാണ് അവർ സൽക്കരിച്ചത്. ഓരോരുത്തരുടെ പേരെടുത്തിട്ട് പറയാൻ കഴിയില്ല. അള്ളാഹു അതിനുള്ള പ്രതിഫലം അവർക്കെല്ലാം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പള്ളിയുടെ ജീവൻ തന്നെ ഇത്തരമുള്ള ക്ലാസ്സുകൾ, നമ്മുടെ ഈ ഇപ്പതിൽ പഠിക്കുന്ന കുട്ടികളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഇബാദത്തിന് വരുന്ന ആളുകളുടെ ആ ഒരു ഇതൊക്കെ തന്നെ ഈ പള്ളിയെ മാറ്റം വയ്ക്കുന്നത്. അൽഹംദുലില്ലാ ഇതുപോലുള്ള പരിപാടികൾ തുടരാനും അടുത്ത തന്നെ ഉസ്താദിനോട് പറയുകയാണ് നമുക്കെല്ലാം കൂടിയിട്ട് ഇതുപോലെ തന്നെ ഒരു തജ്വീദിൻ്റെ ഒരു ക്യാമ്പ് നടത്താൻ അദ്ദേഹം മുൻകൈയെടുക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇത് കബൂൽ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധികം പഠിച്ച് കൺഫ്യൂഷൻ ആക്കരുത്. നമ്മളെ കുട്ടികളവിടെ ഇതിനെ കളിൻ്റെ ക്യാമ്പാക്കി. അവർക്ക് ബീച്ചിലെ ക്ലാസ്, ഇന്നലെ ടർഫിൽ കളി. കുട്ടികൾ നല്ല രസമാണ്. അവരെ ക്ലാസ്സിൽ എത്തിച്ചിട്ടാണ് പണി. അവർ പഠിപ്പിക്കാൻ പണിയില്ല, വേഗം പഠിക്കും. പക്ഷേ അവരെ ക്ലാസ്സിൽ ഇരുത്താൻ ഭയങ്കര പണി. ഇരുന്നാൽ പഠിച്ചോളും, വേഗം പഠിക്കും. കാരണം അവർ ബ്ലാങ്ക് പേപ്പറാണല്ലോ, ഒന്നും തെറ്റിച്ച് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ശരിക്കും പഠിപ്പിച്ചെടുത്താൽ മതി. അറിയാൻ അവിടെ ആരുള്ളവർ?
എന്നാ എങ്ങനെയുണ്ട് ക്യാമ്പ്? എന്നാ നോക്കട്ടെ, ഇഷ്ടപ്പെട്ടോ? പോരാ റഷീക്ക, ഡോക്ടർ സാഹിബ്, നിങ്ങളെങ്ങനെ എക്സ്പീരിയൻസ്? ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അലൈഹി കേൾക്കുന്നില്ലേ? ഇവരെ നമ്മൾ പ്രത്യേകം തജ്വീദിൻ്റെ ഇതിൽ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം എൻട്രൻസ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻട്രൻസുകൾ അപ്പിയർ ചെയ്തത് ക്രാക്ക് ചെയ്തെടുത്ത് അതിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അക്കാഡമിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ചില കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും. മൊഡ്യൂൾ തജ്വീദിന് എളുപ്പമായിട്ടുള്ള കുറേയും കൂടെ മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റും. ഓദിപ്പിക്കണം പേജ് വേണ്ട, ആ വഴിയിലാണല്ലോ അടുത്ത കോഴ്സിൽ. ക്ലിയറായി 90%, 90 വരെ എത്തി. ഗുജറാത്തിൽ അടുത്ത കേട്ടല്ലേ. ഓതണ്ട, നിങ്ങളെന്താ പറയുന്നത്? നിങ്ങളെന്താ പറയുന്നത്? ഓതണോ വേണ്ടേ? അതാ ഞാൻ സംസാരിക്കാൻ തയ്യാറായിട്ടാ വന്നേ. ചെയ്യാൻ ആവശ്യം എന്താണ് 2 ഓതിക്കണം.